പ്രിയപ്പെട്ടവർ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം പതിനായിരക്കണക്കിനായ ആളുകൾ മതേതര ഇന്ത്യയുടെ നായകനെ കാത്ത് കോഴിക്കോട് കടപ്പുറത്തെത്തി. പക്ഷേ സോണിയാഗാന്ധിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. ആദരണീയനായ കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെജി വന്ന പ്രോഗ്രാം ഒരു വലിയ വിജയമായിരുന്നു. രാഹുൽജി ഇതാ വീണ്ടും നമ്മളിലേക്ക് 31-ാം തീയതി മറ്റന്നാൾ കാലത്ത് അദ്ദേഹം കണ്ണൂരിൽ 10:30 മണിയാകുമ്പോൾ എത്തിച്ചേരും. കണ്ണൂരിലെ പൊതുയോഗത്തിന് ശേഷം അദ്ദേഹം നേരെ വരുന്നത് നമ്മുടെ നാദാപുരത്താണ്. നാദാപുരത്ത് കല്ലാച്ചിയിൽ അദ്ദേഹത്തിന്റെ കോർണർ മീറ്റിംഗ് ഉണ്ടായിരിക്കും. അത് ഏകദേശം നമ്മളൊരു 12 മണിയോടുകൂടി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടുന്ന് ബൈ റോഡ് നേരെ പേരാമ്പ്രയിലേക്ക് അദ്ദേഹം പോകും. പേരാമ്പ്രയിൽ 1 മണി കഴിയുമ്പോൾ രാഹുൽജി എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടുന്ന് നേരെ ബാലുശ്ശേരിയിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അവിടുന്ന് നമ്മുടെ ഗ്യാരണ്ടി ബസ്സിൽ അദ്ദേഹം നേരെ നെന്മണ്ടയിലേക്ക് പോകും. അപ്പോൾ ബാലുശ്ശേരി കഴിഞ്ഞ് നെന്മണ്ടയിലേക്ക് 2-2:30 കഴിയുമ്പോൾ ബാലുശ്ശേരിയിലെത്തി. ഒരു 3 മണി കഴിയുമ്പോൾ നെന്മണ്ടയിൽ, അവിടുന്ന് 4 മണിക്ക് കൊയിലാണ്ടിയിൽ വന്ന് റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടാണ് രാഹുൽജി മടങ്ങി പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നേരിട്ടെത്തും. ആയിരക്കണക്കിനായ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അതാത് സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. മതേതര ഇന്ത്യയുടെ നായകൻ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. നമ്മളെ കാണാൻ, നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് നമ്മളോട് അഭ്യർത്ഥിക്കാൻ അദ്ദേഹത്തോടൊപ്പം നമ്മളെല്ലാവരും എത്തിച്ചേരുമെന്ന്